നമസ്കാരം. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥും ഭരണത്തിലേറിയതിനു ശേഷം ഉത്തർപ്രദേശിൽ വലിയ വികസന കുതിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉൾപ്പെടെ വികസന സംരംഭങ്ങളിലും ശതകോടികളാണ് കേന്ദ്രവും സംസ്ഥാന സർക്കാരും സംയുക്തമായി ചേർന്ന് മുതൽ മുടക്കുന്നത്. എന്തായാലും ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഉത്തർപ്രദേശിൽ ഭൂമി വിലയും കുതിച്ചു കയറുകയാണ്. ഈ 22-ാം തീയതി ജനുവരി 22-ാം തീയതി അയോധ്യയിലെ രാമക്ഷേത്രം ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ഇനിയും ഭൂമി വില കൂടിയേക്കാം എന്നുള്ള പ്രതീക്ഷകൾ കൂടിയുണ്ട്. ഫൈസാബാദ് റോഡിൽ ഭൂമി വില 2019 ചതുരശ്ര അടിക്ക് 400 മുതൽ 700 രൂപ വരെ മാത്രമായിരുന്നു. പക്ഷേ 2023 ഒക്ടോബറിലേക്ക് എത്തുമ്പോൾ ചതുരശ്ര അടിക്ക് 1500 മുതൽ 3000 രൂപ വരെയാണ് ഉയർന്നിരിക്കുന്നത്. നഗരപരിധിക്കുള്ളിൽ ഭൂമിയുടെ ശരാശരി വില 2019 ചതുരശ്ര അടിക്ക് 1000 മുതൽ 2000 രൂപ വരെ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 4000 മുതൽ 6000 രൂപ വരെയായി ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും വലിയ ഉണർവാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ഡെവലപ്പർമാരും അതിനോടൊപ്പം ഹോട്ടൽ ശൃംഖലകളും ഒക്കെയാണ് നിലവിൽ അയോധ്യയിൽ പണം മുടക്കിക്കൊണ്ടിരിക്കുന്നത്. താജ് റാഡിസൺ തുടങ്ങിയ വലിയ ഹോട്ടൽ ശൃംഖലകളൊക്കെ തന്നെയും പ്രദേശത്ത് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും ഒരുങ്ങുന്നുണ്ട്. എന്തായാലും വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിലൊക്കെ അന്തർദേശീയ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവ് കൂടും എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വമ്പൻ കമ്പനികൾ അല്ലെങ്കിൽ വമ്പൻ ഹോട്ടൽ ശൃംഖലകളൊക്കെ ഉത്തർപ്രദേശിൽ വേരുറപ്പിച്ചു തുടങ്ങുന്നത്. അങ്ങനെ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ BJP വാക്കുപാലിച്ചു എന്നത് മാത്രമല്ല, മറിച്ച് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന്റെ മുഖഛായ കൂടി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.